സ്ത്രീധനം എന്ന് പറഞ്ഞ വലിയൊരു എമൗണ്ട് നോക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പോൾ പുള്ളിക്കാരത്തി സംബന്ധിച്ചോളം പുള്ളിക്കാരത്തിക്ക് പ്രണയിച്ച ആളെ കല്യാണം കഴിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് പുള്ളിക്കാരത്തിയുടെ സത്യസന്ധമായിട്ട് പുള്ളിക്കാരത്തിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പരിപാടി ചെയ്യുക, ആ ഒരു പരിപാടി ഫുൾഫിൽ ചെയ്യുക എന്നല്ലാതെ ഞാൻ ഭാവിയിൽ എന്താ പറയുക പരാജയപ്പെടുക അല്ലെങ്കിൽ വിജയിക്കുമോ എന്നുള്ളതൊന്നല്ല. നമ്മുടെ കൂടുതൽ ജീവിതം തള്ളിയിരിക്കുക എന്നുള്ള മാത്രമാണ്. അപ്പം ഞാൻ അന്ന് പറയുന്നുണ്ട്, ഈ ദീർഘവീക്ഷണം പണ്ടേ നമുക്ക് കൂടുതലായിട്ട് ഞാൻ പറയുന്നുണ്ട്, ഇത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ചാൽ നമുക്ക് ഇനി തന്നെത്താൻ വേറെ വീട് വാടകയ്ക്ക് എടുക്കണം, അതിൻ്റെ വാടക വരും, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരും, നമുക്ക് 3 നേരം ഭക്ഷിക്കണം. ഇതാകുമ്പോൾ ഞാനിപ്പോൾ തൽക്കാലം വീട്ടിൽ നിന്നിട്ടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ഞാൻ ചെന്നൈയിലാണ്, ഒരു ചെറു കുടിസുമുറിയിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫോഴ്സ്ഡായി എറണാകുളത്തോട്ട് മാറാൻ. അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഇത്ര ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല, ഇത്ര ഓപ്പർച്യൂണിറ്റി ഇല്ല. നമ്മൾ ഇപ്പോൾ നമ്മൾ പച്ചക്കുതിര എന്നുള്ള സിനിമയിൽ ഒരു കുഞ്ഞു വേഷം, ഒരു ദിലീപേണ്ടൊപ്പം ഒരു ഡെസ്ക്ടോപ്പ് നോക്കിയിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ വിദഗ്ധനായിട്ടുള്ളൊരു വേഷത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്. അത് തുടങ്ങി കഴിഞ്ഞ് പിന്നെ നമ്മൾ ചോട്ടമുമ്പിൽ അൻവർക്കടുത്ത് പറഞ്ഞ അൻവർക്കയുടെ അടുത്ത് ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഭാര്യയോടൊപ്പം ശരിക്കും പറഞ്ഞാൽ വീട്ടിലോട്ട് പോകുന്നതിന് പകരം ഞാൻ നേരെ പോയത് അന്ന് DD മാൻഷൻ എന്നൊരു ഓർമ്മ. DD മാൻഷനിൽ അൻവർക്ക് അവിടെ റൂം എടുത്തിട്ടുണ്ട്. അൻവർക്ക് ചോട്ടോമ്പയുടെ പ്രീ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ അൻവർക്കനെ എൻഗേജ്മെൻറ്റ് വിളിച്ചിട്ടുണ്ട്, അൻവർക്ക് വന്നില്ല. അൻവർക്ക് വേറെ എന്തോ തിരക്കായിട്ട് വന്നില്ല. ഞാൻ ഈ കല്യാണ വേഷത്തിലാണ്, കണ്ടാൽ മനസ്സിലാവില്ല പെട്ടെന്ന്, വെള്ള ഷർട്ടും ഒരു കോഫി ബ്രൗൺ പാൻറ്റുമാണ്. ആ വേഷത്തിൽ ഞാൻ നേരെ പോകുന്നത് DD മാൻഷനിലോട്ടാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വരാൻ എന്തോ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് വൈഫിനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞാൻ DD മാൻഷനിൽ പോയിട്ട് അൻവർക്ക എന്തായി നമ്മുടെ പരിപാടി, നമുക്ക് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങണത്. എന്നിട്ടാണ് ഞാൻ തിരിച്ച് വൈഫിൻ്റെ വീട്ടിലോട്ട് പോണത്. അപ്പോൾ അതിനകത്ത് കിട്ടിയ ചെറിയ വേഷമാണ് വിനായകൻ്റെ ഗുണ്ടാ സംഘത്തിലൊരു ഗുണ്ട.